ശ്രീ ഫഖ്റുദ്ദീൻ, ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ നടുനായകത്വം വഹിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രതിരോധ രംഗത്തും ഉയർച്ചയുണ്ട്. പക്ഷെ പ്രതിരോധ സേന പലതരത്തിലുള്ള അഭാവവും നേരിട്ട് നിൽക്കുന്നുണ്ട് എന്നൊരു വാർത്തയുണ്ട്. അല്ല, അതിപ്പം ശേഖർ ഗുപ്തനെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള ശേഖർ ഗുപ്ത ശരിക്കും ഈ പറയുന്ന സൈനിക റിപ്പോർട്ടിങ്, മിലിറ്ററി റിപ്പോർട്ടിങ് വളരെ കൃത്യമായി പഠിച്ച ആളാണ്. അതായത് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് ഈ സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് അമിത്ഷാ പറഞ്ഞ പോലെ അതായത് ഫിക്സ് ചെയ്തെടുക്കാൻ 25 വർഷമെങ്കിലും വരും. അമിത്ഷാ പറഞ്ഞു ഇന്ത്യയെ മാറ്റിയെടുക്കാൻ 25 വർഷം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 15 വർഷം കൂടി വേണ്ടി വരും. കാരണം ഇത് കുറച്ച് കാലം ഈ ബോഫേസ് വന്നതിന് ശേഷം ഉണ്ടല്ലോ, കാര്യമായി വലിയ പ്രതിരോധ ഇടപാടുകൾ ചെയ്യാൻ ഗവൺമെൻറ്റുകൾക്ക് പേടിയാണ്. ബോഫേഴ്സിന് ശേഷം BJP ഭരിച്ച സമയത്ത് ശവപ്പെട്ടി കുംഭകോണം വന്നു. സത്യത്തിൽ ശവപ്പെട്ടി കുംഭകോണം വന്നത് കാർഗിൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ ജയിക്കാൻ കാരണം ബോഫേഴ്സ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കിട്ടിയിട്ടുള്ള ബോഫേഴ്സ് പീരങ്കികൾ ഉള്ളതുകൊണ്ടാണ് അന്നവിടെ ജയിച്ചത്. അത് ജയിക്കില്ല. അപ്പം അന്ന് ഇവിടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയക്കാരോ ഞങ്ങൾ ബോഫേഴ്സ് പീരങ്കിയല്ല കുറ്റം പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ അഴിമതിയാണ്. സത്യത്തിൽ നമ്മളെ നാട്ടിൽ മുദ്രാവാക്യം വിളിച്ച് നമുക്ക് ഒന്നുകൂടെ മുങ്ങിയാൽ പൊങ്ങാത്ത കപ്പൽ, പിന്നെ അതുപോലെ തന്നെ പൊട്ടാത്ത ബോഫേഴ്സ് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാരും മണ്ടന്മാർ അവരുടെ ഒന്നും വിവരമില്ല, രണ്ട് അവന്മാർക്ക് അവന്മാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട്. രാജീവ് ഗാന്ധി അന്നേ ഭയങ്കര ദീർഘദർശനമുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹമാണ് അവസാനം വലിയ പർച്ചേസുകൾ നടത്തിയത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം വലിയ പർച്ചേസ് നടത്താൻ ആളുകൾ പേടിയായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആകപ്പാടാണ് വാജ്പേയി ഭരിക്കുമ്പോൾ ഇസ്രായേലുമായിട്ട് അവാക്സ് വിമാനങ്ങൾ, റഡാർ സംവിധാനമൊക്കെ മേടിക്കുകയും ഇലക്ട്രോണിക് വാർഫെയർ ഇസ്രായേലുമായിട്ട് നല്ല സാധനം വന്നു. ചരക്ക് വിമാനങ്ങളും മറ്റും മേടിക്കുന്ന അമേരിക്കയായിട്ട് പിന്നെ കൂടുതൽ അമേരിക്കൻ വിമാനങ്ങൾ മേടിച്ചു. പിന്നെ റൈഫിൾസ് ഇൻസാസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലത്ത് വീണാൽ പൊട്ടുന്ന മറ്റേ കാക്കക്കൊരു സിനിമയിലാണോ അല്ല വെട്ട സിനിമയിൽ ഒരു സിനിമ ഒരു ഗണ്ണ് വെറുതെ ജഗദീൻ്റെ കയ്യിൽ നിന്ന് പൊട്ടുന്നില്ല ക്ലൈമാക്സിന്, അതാണ് ഇൻസാസ് ഗണ്ണുകൾ മാറ്റി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങൾ. പക്ഷേ സ്റ്റിൽ നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ സോവിയറ്റ് കാലഘട്ടത്തിലെ ബർഡൻ നമ്മുടെ എസ്പെഷ്യലി വ്യോമസേനയെ വളരെ ഉലയ്ക്കുന്നുണ്ട്. നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വിമാനങ്ങളുള്ള യുദ്ധവിമാനങ്ങളുടെ രാജ്യം നമ്മളാണ്. പക്ഷേ ഈ യുദ്ധവിമാനങ്ങൾ പലതും ഔട്ട്ഡേറ്റഡ് ആണ്, കണ്ടം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സ്കാഡറിൽ ഏറ്റവും കൂടുതലുള്ളത് MiG-21 ആണ്. MiG-21 എന്ന് വെച്ചാൽ 1.5 ജനറേഷനിൽപ്പെട്ട വിമാനങ്ങൾ. ഇപ്പോൾ അമേരിക്ക 5th ജനറേഷനിലും നമ്മുടെ സുഖോയ് 4.5 ജനറേഷനിലും കിടക്കുകയാണ്. സുഖോയ് 3rd ജനറേഷൻ, മറ്റേ നമ്മുടെ ഇത് റഫേൽ. അപ്പോൾ തന്നെ നമ്മുടെ 3.1 ജനറേഷൻ മറ്റാണ് തേജസ് എന്ന് പറയുന്നത്. പക്ഷേ തേജസ് ഇപ്പം വിമാനങ്ങൾ ഇനി കൂടുതൽ വേണ്ട എന്ന് മറ്റാണ് വ്യോമസേന പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് അവസാനം കിട്ടിയ റിപ്പോർട്ട്. അതുപോലെ തന്നെ ഇന്ത്യ നിർമ്മിക്കുന്ന ധ്രുവി ഹെലികോപ്റ്ററുകളും ഇനി മേടിക്കേണ്ടതില്ല, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ടെക്നിക്കൽ എറർ ഉണ്ടായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ വലിയ സൈന്യമാണെങ്കിൽ പോലും നമ്മൾക്ക് ഉള്ള ഫ്ലീറ്റുകൾ പലതും അപ്ഡേറ്റഡ് ആണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഒരു വിമാനം ഉപയോഗിച്ചിട്ടാണ് അഭിനന്ദൻ വർദ്ധമാൻ അവിടെ പാകിസ്ഥാൻ്റെ ഒരു 4th ജനറേഷനിൽപ്പെട്ട F-16 അടിച്ചിട്ടത്. പക്ഷേ അത് വൺസിൻ്റെ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസൊക്കെ വെച്ചുകൊണ്ട് നടന്നു പോയ ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് ഇടിച്ചിട്ടാൽ മറ്റേ വിമാനം ഫയർ ചെയ്തപ്പോൾ മറ്റേ വിമാനം തകർന്നു പോകുന്നു. അങ്ങനെയാണ് അഭിനന്ദൻ അവിടെ പെട്ടുപോയത്. അപ്പം ഇങ്ങനെ പ്രോബ്ലം നമ്മുടെ സേനയിലുണ്ട്. എല്ലാ സേനയിലും തന്നെ ചെറുതോ വലുതോ ആയിട്ടുള്ള തരം പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ അന്തർവാഹിനി പിന്നെ നമ്മളെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂക്ലിയർ അന്തർവാഹിനി അത് ബോംബെയിൽ ഈ പറയുന്ന പോലെയൊക്കെ പകുതി കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ സൈന്യം നേരിടുന്നുണ്ട്. ഇത് മറികടക്കാൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വാങ്ങുന്നത് ഈ MiG-21 വിമാനത്തിന് പകരം ഇന്ത്യൻ നിർമ്മിത വിമാനങ്ങൾ കൊണ്ടത് ഫില്ല് ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ തേജസ് വിമാനം നിർമ്മിക്കാൻ തുടങ്ങിയത്. തേജസ് ഉൽപ്പാദിപ്പിച്ചപ്പം തേജസിൻ്റെ ഇൻഡിജീനിയസ് ടെക്നോളജി ആണെങ്കിൽ പോയി അതിന് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ എൻജിൻ നമുക്ക് കാവേരി എൻജിനാണ്. അതിന് ആവശ്യമായ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എല്ലാം തന്നെ സെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് കമ്പനിയിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പോഴും നമുക്കത് കാവേരി എൻജിൻ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റിയില്ല. ആ വിമാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത്. അപ്പം MiG-21 എന്ന് വെച്ചാൽ ഒരേ സമയം അറ്റാക്കിങ്ങും കൂടിയാണ്. അതുപോലെ തന്നെ അത് ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന വിമാനമാണ്. 2 സീറ്ററാണ്. ഇത് രണ്ടും കൂടി ഉപയോഗിക്കുന്ന വിമാനമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റത്തിലെ ഫോർഫ്രണ്ടിൽ നിൽക്കുന്ന വിമാനങ്ങളാണ്. പക്ഷേ അത് ഔട്ട്ഡേറ്റഡ് ആയി.
ലോകത്താകപ്പാടെ ഇന്ത്യയാണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. റഷ്യ പോലും കാര്യമായിട്ട് ഉപയോഗിക്കും. റഷ്യ ഗ്രൗണ്ട് ചെയ്ത വിമാനം. പിന്നെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കയൊക്കെ പോളണ്ട് എന്നൊക്കെ ഈ വിമാനം കൊണ്ടുവന്ന് പണ്ടത്തെ അമേരിക്കൻ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ എക്സിബിഷൻ വെച്ചിരിക്കുകയാണ്. ആ വിമാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനെ പതുക്കെ ഒഴിവാക്കിക്കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് തേജസ് കൊണ്ടുവരാനും ശ്രമിച്ചത്. മൻമോഹൻ സിംഗും വാജ്പേയിൻ്റെ കാലത്ത് തുടങ്ങി മൻമോഹൻ സിംഗ് കണ്ടിന്യൂ ചെയ്തു, മോഡിയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേണ്ട സ്പീഡിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനിടയ്ക്ക് നമ്മൾ 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സോഫ അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല. പിന്നെ മിലിറ്ററി പർച്ചേസിൻ്റെ കാര്യം വന്നത് മോഡി വന്നതിന് ശേഷമാണ് പിന്നെ വലിയ രീതിയിലൊരു പർച്ചേസ് നടക്കുന്നത്. അത് മൻമോഹൻ സിംഗാണ് തുടങ്ങി വെച്ചത്. അത് ആന്റണി പക്ഷേ ഫയൽ ഒപ്പിടില്ലല്ലോ. അതാണ് റഫേൽ. അത് റഫേൽ ഒരുപാട് 100ഓളം വിമാനങ്ങൾ മേടിക്കാനുള്ളത് പിന്നെ മോഡി വന്നതിന് ശേഷം 30 വിമാനങ്ങൾ ഒറ്റയ്ക്ക് ചുരുക്കിയിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ കൂടി അതിൻ്റെ ഭാഗമാക്കി മാറ്റി. അതുകൊണ്ട് ഈ ബാക്കി വിമാനങ്ങൾ ഭാവി നമുക്കിവിടെ നിർമ്മിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ ആവശ്യപ്പെട്ട റഫേൽ വന്നാൽ പോലും അതിൻ്റെ സ്ക്വാഡ്രൺസ് വന്നാൽ കഴിഞ്ഞാൽ പോലും നമ്മുടെ എയർ ഡിഫൻസിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. എണ്ണ കൂടുതലേ ഉള്ളൂ, പഴഞ്ചൻ ടെക്നോളജിയാണ്. അതിൻ്റെ കൂടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ട് ഇത് റീപ്ലേസ് ചെയ്യാനുള്ള നമ്മളെ ശ്രമം സോഫ വേണ്ട വിധത്തിൽ എത്തിയിട്ടില്ല. പിന്നെ അതിൻ്റെ പുറത്താണ് ചൈന ഉയർത്തുന്ന വെല്ലുവിളി. ഇപ്പോൾ ഒന്ന് പിന്നോട്ട് എന്തെങ്കിൽ പോലും ചൈന അവിടെ ചെറിയ ടാങ്കുകൾ, ചെറിയ ടാങ്കുകളാണ് ആ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റും. അവരവിടെ കൊണ്ടുവന്നത് അത്തരം ടാങ്കുകൾ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു മാറ്റി അവർ. പക്ഷെ അത്തരം ടാങ്കുകൾക്ക് നമുക്ക് കുറവുണ്ട്. ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. അല്ലെങ്കിൽ ഇവിടെ തന്നെ റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ചാൽ നമ്മൾ T-20 മറ്റേ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കണം. എങ്കിലും പോലും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മുടെ ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈ തമ്മിലുള്ള ഈ ഒരു വലിയ വ്യത്യാസം, ഈ ഹ്യൂജ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ കുറേ ടൈം എടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് സൈന്യത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അമേധിയിലൊരു AK-47 ഏറ്റവും പുതിയ വർഷം 200 ആണെന്നു അതുണ്ടാക്കാനുള്ള ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വിജയമാണ്. പക്ഷേ സ്റ്റിൽ പ്രധാനപ്പെട്ട എക്യുപ്മെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇനി പെട്ടെന്നൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത് ചൈനയ്ക്കായിട്ടാണ് യുദ്ധമെങ്കിൽ നമ്മൾ മിസൈൽ ടെക്നോളജി നമ്മൾ സുപ്പീരിയറാണ്. നേവിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ട് ലോകരാജ്യങ്ങളുമായിട്ട്. പക്ഷേ കരസേനയുടെ കാര്യത്തിലും അതുപോലെ തന്നെ വ്യോമസേനയുടെ കാര്യത്തിലും ആവശ്യങ്ങൾ ഒരുപാട് പെട്ടിക്കിടക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നാവിക രംഗത്ത് നേട്ടമാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഒരുപാട് നാവിക രംഗത്ത് ഒരുപാട് മെഷീൻസ്, ഷിപ്സും മറ്റും സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് വെച്ചാൽ റഡാറിന് പിടിക്കാൻ പറ്റാതെ ഇതൊക്കെ നമുക്ക് ഇൻഡിജീനിയസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ആ മേഖല ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത്രത്തോളം നമുക്ക് എയർ ഡിഫൻസ് പോകാൻ പറ്റുന്നില്ല, ഇൻഡിജിനൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും നമ്മൾ പറയുന്നത് കാവേരി എഞ്ചിനാണ് ജെറ്റ് എഞ്ചിൻ സ്വന്തമായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. കാവേരി എഞ്ചിനാണ് ഉണ്ടാക്കിയത്, പക്ഷേ ആവശ്യമായ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അല്ല, എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ്. അത്ര എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ്. പിന്നെ ആ ടെക്നോളജി കൈമാറാൻ ആളുകൾക്ക് മടിയാണ്. അവരുടെ വെസ്റ്റേൺ രാജ്യങ്ങളുടെ റഷ്യ ആണെങ്കിൽ പോലും അവരുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ്. അത്ര എളുപ്പമല്ല അത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെ, അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ എന്ന് പറയുകയുണ്ടായില്ല. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹായം ചെയ്യാനായിട്ട് പോലും വൻകിട രാജ്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടല്ലോ എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഒരു യുദ്ധം നമ്മൾ പ്രധാനമായും ചൈനയുമായിട്ടാണ് യുദ്ധം ഉണ്ടാകാൻ സാധ്യത. അത് ഇമ്പോസിബിളാണ്. ചൈനയായിട്ടൊരു യുദ്ധത്തിൽ ചൈന ഇപ്പം തയ്യാറാവില്ല, നമ്മളും തയ്യാറാവില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ തകർന്ന് തരിപ്പണായിപ്പോകും. അതെ, അങ്ങനെ നമ്മൾ മിസൈൽ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്. താങ്ക്സ് ടു അബ്ദുൽ കലാം ആൻഡ് കസ്തൂരി രംഗൻ ഓൾ ദീസ് പീപ്പിൾ. മിസൈൽ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്. ആ ചൈനയെ നമുക്ക് തകർക്കാൻ പറ്റും, അവരെ നമ്മളെ നോക്കും, നമുക്ക് അവരെ തകർക്കാൻ പറ്റും. പിന്നെ വേറെ ഒന്ന് പാകിസ്ഥാനുമായിട്ടാണ്. പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ മതി. ഞാൻ പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ശത്രു പാകിസ്ഥാൻ അല്ലല്ലോ. നമ്മളിപ്പോൾ ലോക വേദികളിൽ കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യമാണ്. നമ്മുടെ മെയിൻ ശത്രു ചൈനയാണ്. ചൈനയായിട്ടാണ് മത്സരം. പാകിസ്ഥാനെതിരെ കൺവെൻഷണൽ വാർഫെയർ നമുക്കിപ്പോഴും അപ്പഹാനുണ്ട്. അവരെ ആ ഇതിലും കഷ്ടമാണ്. അമേരിക്ക കൊടുത്ത കുറച്ച് വിമാനങ്ങൾ F-16 ഉണ്ട്. അത് മാത്രമേ അമേരിക്കക്കാർ വിചാരിച്ചാൽ ഈ വിമാനം പൊങ്ങുള്ളൂ. അതുകൊണ്ടല്ലേ അവൻ ബാലക്കോട്ട് തിരിച്ചടിക്കാൻ പറ്റാതെ പോയത്. അമേരിക്ക അത് ഇനി വിമാനം പൊങ്ങില്ല, ഇതിനെന്ത് നടക്കിട്ടില്ലേ. അവരുടെ കാര്യം ഇതിലും കഷ്ടമാണ്. നമ്മൾ അത്രയല്ല. പക്ഷേ അപ്പോൾ അത് ചൈന എന്ന് പറഞ്ഞൊരു വലിയൊരു ശത്രു നമുക്ക്. ഇത് മിലിറ്ററി എക്സ്പേർട്സുകളെല്ലാം പറയുന്നതാണ് വളരെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മിലിറ്ററി ഈ ബജറ്റിൻ്റെ നല്ലൊരു ഭാഗം പോകുന്നത് പെൻഷനും അതുപോലെ തന്നെ പകുതിയിലധികം പോകുന്നത് പെൻഷനും ശമ്പളമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും മേടിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ ഇരുന്ന് സ്കൂളായി പറയാം, അവിടെ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഈ അഗ്നിവീർ എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത്.
ഇത്രയും ബാധ്യതകൾ വരില്ലല്ലോ. അപ്പോൾ അത്രയും പണം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനും പുതിയ ടെക്നോളജികൾ മേടിക്കാനും വേണ്ടി ഉപയോഗിക്കും. ആ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ പോലും ആസ് ഓഫ് നൗ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയൊക്കെയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചൈനക്കാർക്ക് സ്റ്റെൽത്ത് വിമാനമൊക്കെ ഉണ്ട്. സ്റ്റെൽത്ത് വിമാനം അമേരിക്കയുടെ കയ്യിലുള്ള 5th ജനറേഷൻ സ്റ്റെൽത്ത് വിമാനം അമേരിക്കയുടെ ടെക്നോളജി കോപ്പി അടിച്ചാണ് ഹാക്കർമാർ ഉപയോഗിച്ച് F-22 റാപ്റ്ററിൻ്റെയും F-35ൻ്റെയൊക്കെ മൊത്തം രൂപരേഖ സകല സാധനം കോപ്പി അടിച്ചു. നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമ്മൾ പക്ഷേ ഇതുവരെ ഡെലിവർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ചൈനയായിട്ടാണ്. നമുക്കൊരു മേജർ യുദ്ധം ഉണ്ടായിരുന്നത് ചൈനയായിട്ടുണ്ട്. അപ്പോൾ ചൈനയായിട്ട് മത്സരിക്കാൻ നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും. അതിനാ അമിത്ഷാ പറഞ്ഞത് 25 വർഷം. 25 വർഷത്തിനകത്ത് നമ്മൾ മറികടക്കും. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വഴി തെളിക്കും ഇല്ലല്ലോ. അതിനുള്ള സാധ്യത അല്ല, അത് സമീപ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയല്ല. ഉണ്ടായി കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾ നശിക്കുമെന്നറിയാം. പക്ഷേ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിപ്പം ഇന്ത്യയിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന മുമ്പേ മിലിറ്ററി എക്സ്പേർട്ടുകൾ പറഞ്ഞതാണ്, അനലിസ്റ്റുകൾ പറഞ്ഞതാണ്. പക്ഷേ ആ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ആന്റണി പല രേഖകളും കുത്തിയിരിക്കും. പേടി, അയാൾക്ക് ഒപ്പിടാൻ പേടിയാണ്. അഴിമതി ആരോപണം, ആന്റണിക്ക് അഴിമതി ആരോപണം സഹിക്കാൻ പറ്റില്ല. ഇതിൽ അഴിമതി ആരോപണം വരും. കാരണം മിലിറ്ററി എന്താണ് പിന്നെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ മേടിക്കുന്ന സമയത്ത് വൻതോതിലുള്ള ക്യാഷ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലീഗലി തന്നെ വലിയ കമ്മീഷൻ 10% വരുന്നതാണ്. ആ 10%ആയിട്ട് ബന്ധപ്പെട്ട അഴിമതി ആരോപണം വരും. അത് മേടിച്ചുകൊണ്ട് നിന്ന് എന്ത് ചെയ്യും? പുറ കത്തിപ്പോകുന്നല്ലേ ഉള്ളൂ. ആന്റണിയുടെ പ്രശ്നം ഫയലിൽ ഒപ്പിടില്ല. പക്ഷെ മോഡി ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പ്രൊക്യൂർമെൻ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി സ്പീഡിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇൻഡിജീനിയസ് ടെക്നോളജി കുറച്ച് വലിയ ബേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട്. അത് തോന്നുന്നു ഇസ്രായേലൊക്കെ ആയിട്ടുള്ള ബന്ധം അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. ആയുധങ്ങൾക്ക് ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നത് ഇസ്രായേലാണ് ഇന്ത്യനായിട്ട്. അമേരിക്ക ശരിയില്ല. അമേരിക്ക നമ്മൾ ഇന്നാൾ അവരോട് നമ്മൾ ന്യൂക്ലിയർ സബ്മറൈൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ. അങ്ങനെയല്ല നമ്മൾ സ്വന്തം ഡെവലപ്പ് ചെയ്തത്. അമേരിക്ക തോളിൽ കൈയിടുകയുള്ളൂ, സാധനം തരില്ല. അത് ആകെപ്പാടെ ഇസ്രായേലിന് മാത്രമേ കൊടുക്കുള്ളൂ. ഇസ്രായേലിന് പോലെ F-22 റാപ്റ്റർ കൊടുത്തിട്ടില്ല, F-35 കൊടുത്തു. ഇസ്രായേലുമായിട്ട് നമ്മൾ നല്ല ബന്ധമല്ല നിലനിൽക്കുന്നത്. ഞാൻ അമേരിക്ക ഇസ്രായേൽ ബന്ധമാണ് വന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി കുറച്ചും കൂടി ഇസ്രായേൽ അധികം ഇലക്ട്രോണിക് വാർഫെയർ, സൈബർ വാർഫെയർ ഇതിലൊക്കെയാണ് ഇസ്രായേൽ മുന്നിട്ട് നിൽക്കുന്നത്. വലിയ മിലിറ്ററി എക്യുപ്മെൻസിനായത് ഇപ്പോഴും അമേരിക്കയും റഷ്യയും തന്നെയാണ്. പക്ഷേ ഇസ്രായേൽ നമ്മളതിന് സഹകരണമുണ്ട്. പക്ഷേ ഇത് പോരാ. കാരണം നമ്മളൊരു വലിയ ത്രെട്ട് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബംഗ്ലാദേശിൽ ഒരു വാർഫറിൻ്റെ കൂടി തുറന്നിരിക്കുകയാണ്. നമ്മുടെ ശത്രുക്കളാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിരിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. സ്പീഡപ്പ് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.